welcome to MNC YouTube channel. എല്ലാവർക്കും MNC YouTube ചാനലിലേക്ക് സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MNC YouTube ചാനൽ. എല്ലാവർക്കും MNC YouTube ചാനലിലേക്ക് സ്വാഗതം. എന്റെ പേര് വിഷ്ണു. ഞാൻ MNC സ്റ്റഡി സെന്ററിലെ ഒരു ഫാക്കൽറ്റിയാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്. ജനറലി നമ്മൾ +1 ഓർഗാനിക് കെമിസ്ട്രി പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് മെയിൻലി പോയിന്റ്സിനെ പറ്റി പറയുന്നത്. ഈ പോയിന്റ്സ് ജനറലി നമ്മൾ +1 പഠിക്കുമ്പോൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, എല്ലാവർക്കും കാണുന്നുണ്ടായിരിക്കും. എന്നാൽ പക്ഷെ അത്ര ഇമ്പോർട്ടന്റ് അല്ലായിട്ട് തള്ളി കളയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. പക്ഷെ നമുക്ക് ഇതിന്റെ ഇമ്പോർട്ടൻസ് എപ്പോഴാണ് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രൻസ് ഓറിയന്റഡ് ക്ലാസ് അല്ലെങ്കിൽ ഒരു എൻട്രൻസ് മെഡിക്കൽ ആയിക്കോട്ടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ ആ എൻട്രൻസ് ചെല്ലുമ്പോൾ അവിടുത്തെ ഓർഗാനിക് കെമിസ്ട്രിയിലെ മോസ്റ്റ് ക്വസ്റ്റ്യൻസും ഈ എഫക്റ്റുകളെയൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ ഇത് എന്താണ് എന്ന് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ക്ലാസ് കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് എഫക്ട്, റെസൊണൻസ് എഫക്ട്, ഹൈപ്പർ കോഞ്ചുഗേഷൻ ആൻഡ് ഇലക്ട്രോമെറിക് എഫക്ട്. ഓക്കെ, നമുക്കപ്പം ഫസ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോയിന്റ് ആണ് ഇൻഡക്റ്റീവ് എഫക്ട്. നമ്മൾ ജനറലി പഠിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറലി പഠിച്ചിരിക്കുന്നത് എന്താണ്? രണ്ട് ആറ്റംസ് തമ്മിൽ ഈക്വലി ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തു പറഞ്ഞാൽ 50-50 ഷെയറിങ്. രണ്ടുപേർക്കും ഈക്വൽ അതിനെന്താണ് ഉത്തരവാദിത്വമുണ്ട്. രണ്ടിൽ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് ഇവനും പകുതി ഷെയർ മറ്റവനും പകുതി ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോവാലന്റ് ബോണ്ടിനെ പറ്റി പഠിക്കുന്നത് അല്ലെ. എന്നാൽ ആ പഠിച്ചതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റിനകത്ത് പറയുന്നത്. അപ്പൊ നമുക്ക് ഇൻഡക്റ്റീവ് എഫക്റ്റിലേക്ക് പോകാനുള്ള ഡെഫിനേഷൻ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നു. when two unlike atoms form covalent bonds, the electron pair forming the sigma bond never shared equally between the two atoms. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ നമുക്കറിയാം, കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടുപേർക്ക് ഇപ്പൊ A എന്ന് പറയുന്ന ഒരു ആറ്റവും B എന്ന് പറയുന്ന ഒരു ആറ്റവും ഉണ്ട്, A എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്, B എന്ന് പറയുന്ന ഒരു ആറ്റം ഉണ്ട്. എയുടെ വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണുള്ളത് വിചാരിക്കുക. ബിയുടെ വാലൻസ് ഷെല്ലിലും എത്ര ഇലക്ട്രോൺ ആണുള്ളത്? 7 ഇലക്ട്രോൺ തന്നെയാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഒരു കരാറ് വരും. നമുക്കറിയാം, ഒരാൾക്ക് വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് അവർ എന്താകുന്നത്? സ്റ്റേബിൾ ആകുന്നത്. ഒരാളുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വരുമ്പോഴാണ് സ്റ്റേബിൾ ആകുന്നത്. ഒരു ആറ്റം ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്ന എന്തിനു വേണ്ടിയാണ്? അവരുടെ വാലൻസ് ഷെല്ലിൽ 8 ഇലക്ട്രോണിനെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഒരു ആറ്റം ഒരു മോളിക്യൂൾ ആയിട്ട് മാറുന്നതെന്നാണ് നമ്മൾ ഒപ്റ്റിക്സ് റൂളിനകത്ത് പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ എയും ബിയും ജസ്റ്റ് സിംബോളിക് റെപ്രസെന്റേഷൻ ആയിട്ട് എടുത്താണ്. എയും എയ്ക്കകത്ത് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്, ബിക്കകത്ത് വാലൻസ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആണ്. അപ്പൊ എയും ബിയും തമ്മിൽ ഒരു കരാറ് വരുവാണ്. നമുക്ക് ഓരോ ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്യാം, ഓരോ ഇലക്ട്രോൺസിനെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. എ എന്ത് ചെയ്യും? എയുടെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. ബി എന്ത് ചെയ്യും? ബിയുടെ ഒരു ഇലക്ട്രോണിനെ ഷെയർ ചെയ്യും. അപ്പൊ ഇവർ തമ്മിൽ എന്താവുകയാണ്? ഒരു ബോണ്ടിലേക്ക് വരുവാണ്. അപ്പൊ അതിനാണ് നമ്മൾ കോവാലന്റ് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എഫക്റ്റീവ്ലി നമ്മൾ എയിനെ നോക്കി കഴിയുമ്പോൾ എഡിയിൽ എത്രയാ? എയുടെ 7 ഇലക്ട്രോൺ ഇവിടെ വരെ പ്ലസ് ബിയുടെ ഒരു ഇലക്ട്രോൺ കൂട്ടി 8 ആയി. അതേപോലെ തന്നെ എഫക്റ്റീവ്ലി ബിനെ നോക്കുമ്പോൾ എത്രയായി? ബിക്ക് എത്രയായി? ബിയുടെ 7 ഇലക്ട്രോൺ ഇവിടെ വരെ പ്ലസ് എന്താണ് 7 ഇലക്ട്രോണുകൾ 8 ആയി. ഈ 2 ഇലക്ട്രോണിലും ഈ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോണിൽ രണ്ടുപേർക്കും എത്ര? 50-50 ഷെയറിംഗ് എന്ന് പറഞ്ഞ് ഫോം ചെയ്യുന്ന ബോണ്ടാണ് കോവാലന്റ് ബോണ്ട്. പക്ഷെ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് പറയുന്നവർക്ക് when two unlike atoms form covalent bonds, the electron pair forming the sigma bond never shared equally between them. 50-50 ഷെയർ എന്ന് പറഞ്ഞ പരിപാടി തെറ്റി. എന്താണ് 50-50 ഷെയർ അല്ല, ഈക്വലി അല്ല എന്ത് ചെയ്യപ്പെടുന്നത്? ഷെയർ ചെയ്യപ്പെടുന്നത്. But it is shifted slightly towards the more electronegative atom. ഇതിനകത്ത് ആരാണോ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം അവന്റെ അടുത്തേക്ക് കുറച്ച് ഇലക്ട്രോൺ നീങ്ങി പോകും. എന്താ ഇലക്ട്രോനെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ ഇലക്ട്രോനെഗറ്റീവ് ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേര് കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ആ കോവാലന്റ് ബോണ്ടിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ അവന്റെ സ്വന്തം സൈഡിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള കഴിവിനെയാണ് എന്ത് വിളിക്കുന്ന? ഇലക്ട്രോനെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറയുന്നത്. എന്താണ്? കോവാലന്റ് ബോണ്ടിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോൺസിനെ സ്വന്തം സൈഡിലേക്ക് അട്രാക്ട് ചെയ്യാനുള്ള ആ കഴിവാണ് എന്ത് പറയുന്നത്? ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ വരുമ്പോൾ എയും ബിയും തമ്മിൽ 50-50 ഷെയർ എന്ന് പറഞ്ഞ് ബോണ്ട് ഫോം ചെയ്ത് കഴിയുമ്പോൾ എ വിചാരിക്കുകയാണ് ബിനെ ഇവിടുന്ന് ചാടിച്ചു വിട്ട് കഴിഞ്ഞാൽ ബിയുടെ ഒരു ഇലക്ട്രോണോട് കൂട്ടി എനിക്ക് സ്വന്തമായിട്ട് എയ്ക്ക് സ്വന്തമായിട്ട് എത്ര ഇലക്ട്രോൺ ആകുന്നു? 8 ഇലക്ട്രോൺ ആകുന്നു എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ ബിയും വിചാരിക്കും എന്ത്? എനെ ഇവിടുന്ന് ചാടിച്ചു വിട്ടാൽ ബിക്ക് സ്വന്തമായിട്ട് 8 ഇലക്ട്രോൺ ആകും, ഇവന് 50-50 ഷെയർ കൊടുക്കണ്ട എന്ന് വിചാരിക്കും. രണ്ടുപേരും വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവനെ ചാടിച്ചു വിടാനോ അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിനെ സ്വന്തം സൈഡിലേക്ക് വലിക്കാനോ കഴിവാർക്കാണ് കൂടുതൽ. ആ കഴിവിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി.
അല്ലെങ്കിൽ ഇലക്ട്രോ നെഗറ്റീവ് ക്യാരക്ടർ, ആ കഴിവ് എക്കാണോ ബിക്കാണോ കൂടുതൽ, ആ കൂടുതലുള്ള ആൾ എന്ത് ചെയ്യും? അവന്റെ സൈഡിലേക്ക് ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കും. അതിനാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്ന് പറയുന്ന പരിപാടി. ഇപ്പോൾ ഞാൻ ഒരു അസംഷൻ നടത്തുകയാണ്, എ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം. എ ആണ് മോർ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നു. ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്. എക്ക് ഇലക്ട്രോണിനെ വലിക്കാൻ കഴിവുണ്ടെങ്കിൽ എ എന്ത് ചെയ്യും? ഈ നടുക്ക് ഷെയർ, രണ്ടുപേരുടെ 50-50 ഷെയർ എന്ന് പറഞ്ഞ് നടുക്ക് ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഇലക്ട്രോണെ എയുടെ സൈഡിലേക്ക് പിടിച്ച് അട്രാക്ട് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കും? എക്ക് ഒരു പാർഷ്യൽ നെഗറ്റീവ് ക്യാരക്ടർ കിട്ടും, ചെറിയ ഡെൽറ്റ നെഗറ്റീവ്. അപ്പൊ ബിക്ക് ഇത് കിട്ടും, ഒരു ഡെൽറ്റ പോസിറ്റീവ് ക്യാരക്ടർ കിട്ടും. അപ്പൊ എന്തുകൊണ്ടാണ് ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ചെറിയ നെഗറ്റീവ് ക്യാരക്ടർ അല്ലെങ്കിൽ ചെറിയ പോസിറ്റീവ് ക്യാരക്ടർ എന്ന് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? കാരണം ഇത്രേ ഉള്ളൂ, ഈ ഇലക്ട്രോണിനെ മൊത്തമായിട്ട് വലിച്ചെടുത്ത് പറഞ്ഞാൽ എ ബിനെ ഇവിടുന്ന് ചാർജ് വിട്ടിട്ട് ഈ ഇലക്ട്രോണിനെ മൊത്തമായിട്ട് വലിച്ചെങ്കിൽ മാത്രമേ എക്ക് ഒരു ഫുൾ ആയിട്ട് നെഗറ്റീവ് കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് വലിക്കാൻ ആർക്കും പറ്റത്തില്ല, മൊത്തമായിട്ട് ചാർജ് വിടുക എന്ന് പറയുന്ന പരിപാടിയില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഇലക്ട്രോണിനെ സ്വന്തം സൈഡിലേക്ക് നടിപ്പിച്ച് വെക്കുന്നു. നടുക്കിയിരുന്ന ആൾക്കാരെ സ്വന്തം സൈഡിലേക്ക് നടിപ്പിച്ച് വെച്ചപ്പോൾ എക്ക് എന്ത് കിട്ടിയിടാ? ഒരു ചെറിയ നെഗറ്റീവ് ക്യാരക്ടർ കിട്ടി, ബിക്ക് എന്ത് കിട്ടി? ഒരു ചെറിയ പോസിറ്റീവ് ക്യാരക്ടർ കിട്ടി. അപ്പൊ ഇങ്ങനെയുള്ള പരിപാടി, ഈ പരിപാടിയാണ് എന്ത് പറയുന്നത്? ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ 50-50 ഷെയറിംഗ് എന്ന് പറഞ്ഞ് കരാറ് വെച്ച് ഫോം ചെയ്ത കോവാലന്റ് ബോണ്ടിലെ ഇലക്ട്രോൺസിനെ സ്വന്തം സൈഡിലേക്ക് ആ വലിക്കുമ്പോൾ, ആ വലിച്ച ഒരു പോളാരിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആ പരിപാടി, അതിനെയാണ് വിളിക്കുന്നത് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ അതിന്റെ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുകയാണ്. അതിന്റെ എഫക്ട് ഓഫ് അല്ലെങ്കിൽ എഫക്ട് ഓൺ എ ബ്രാഞ്ച്ഡ് കാർബൺ ചെയിൻ. എഫക്ട് ഓൺ എ ബ്രാഞ്ച് കാർബൺ ചെയിൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ കാർബണിന്റെ ചെയിനുകളെ പറ്റി അല്ലെങ്കിൽ കാർബണിന്റെ കോമ്പൗണ്ട്സിനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചിങ് അല്ലെ. അപ്പൊ ആ ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ കേസിൽ നമ്മുടെ ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് എഫക്ട് എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഞാനൊരു എക്സാമ്പിൾ കാണിക്കുകയാണ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഇവിടെ കാർബൺ ഇത് ക്ലോറിൻ ഇത് കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം ഹൈഡ്രജൻസ് ഉള്ള കേട്ടോ. ഈ കാർബണിന്റെ വാലൻസി അനുസരിച്ച് ഈ കാർബണിൽ വരില്ല. ഈ കാർബൺ എടുത്ത് ഞാൻ 3 ഹൈഡ്രജൻ പറഞ്ഞു, ഇവിടെ 2 ഹൈഡ്രജൻ പറഞ്ഞു. അപ്പൊ ഹൈഡ്രജൻ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ആ ബ്രാഞ്ചിനെ പറഞ്ഞു, കാർബണിന്റെ ബ്രാഞ്ചിങ്ങിനെ അതിലേക്ക് എന്താണ് ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പായി ഇലക്ട്രോണിനെ സ്വന്തം സൈഡിലേക്ക് അട്രാക്ട് ചെയ്യുന്ന ക്ലോറിനെ കൂടെ ഞാൻ കൊടുത്തിരിക്കുന്നു. അപ്പൊ നമ്മൾ പഠിച്ചനുസരിച്ച് ക്ലോറിൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്. അതേപോലെ തന്നെ നമ്മുടെ ആൽക്കൈൽ ഗ്രൂപ്പ് എന്താണ്? ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് ആണ്. പ്ലസ് ഐ എഫക്ട് കാണിക്കും, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് കാണിക്കുന്ന പരിപാടിയാണ് എന്താ? പ്ലസ് ഐ എഫക്ട്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നു, ഈ ക്ലോറിൻ എന്ത് ചെയ്യും? ഈ കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്യും? ഇലക്ട്രോണിനെ പിടിച്ച് വലിക്കും. ഇലക്ട്രോണിനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇലക്ട്രോൺ ഷിഫ്റ്റ് ആകും. അപ്പൊ നമ്മൾ ഈ ആൽക്കൈൽ എഫക്ട് പ്ലസ് ഐ എഫക്ട് കാണിക്കും. മുമ്പേ നമ്മൾ ഓർഡർ കണ്ടപ്പോൾ കണ്ട കാര്യമായിരുന്നു. ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണ് ഏറ്റവും കൂടുതൽ പ്ലസ് ഐ എഫക്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ ആരാണ്? സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. അത് കഴിഞ്ഞാൽ ആരാണ്? പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. പിന്നെ മീഥൈൽ ഗ്രൂപ്പ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു കാർബൺ എടുത്തു കഴിയുമ്പോൾ ഈ ഒരു കാർബൺ ആറ്റം എന്ത് ആറ്റമാണ്? ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ്. കാരണം ഈ ഒരു കാർബൺ ആറ്റത്തിലേക്ക് 3 ആൽക്കൈൽ ഗ്രൂപ്പിന്റെ ബ്രാഞ്ചുണ്ട്, 3 കാർബൺ ബോണ്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താണ്? ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പാണ്. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഇവര് പരമാവധി ഇലക്ട്രോണിനെ അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും? ഒരു ഡെൽറ്റ നെഗറ്റീവ് കിട്ടും. ഇവിടെ എന്ത് കിട്ടും? ഒരു ഡെൽറ്റ പോസിറ്റീവ് കിട്ടും. അപ്പോൾ ഈ കാർബൺ ഇങ്ങോട്ട് കൊടുക്കുന്നതുകൊണ്ട് എന്ത് ചെയ്യും? ഇവന് കുറച്ച് അങ്ങോട്ട് കൊടുക്കുമല്ലേ എന്ന് പറഞ്ഞ് ഈ കാർബൺ എന്ത് ചെയ്യും? ഈ കാർബൺ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇവന് കൊടുക്കും. ഈ കാർബൺ എന്ത് ചെയ്യും? ഇവന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇവന് കൊടുക്കും. അപ്പൊ ഇവൻ ഇങ്ങോട്ട് കൊടുക്കും, ഇവൻ എന്ത് ചെയ്യും? ഇവനും താഴോട്ട് കൊടുക്കും. അപ്പോൾ ഈ 2 കാർബണിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും പോസിറ്റീവ്. അപ്പൊ ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും വരുന്നത്. കാരണം ഇവിടെ ഉണ്ടായ പോസിറ്റിവിറ്റിയെക്കാളും ചെറുതായിരിക്കും. കാരണം ഇവൻ കൊടുത്ത അത്രയും ഇവൻ കൊടുക്കത്തില്ല. കാരണം എന്താ? ഇവനുമായിട്ട് ബോണ്ടിങ്. അതേപോലെ തന്നെ എന്ത് കിട്ടും? ഇവിടെ എന്ത് കിട്ടും? ഒരു ഡെൽറ്റ പോസിറ്റീവ്. ഇവനും എന്ത് തന്നെയായിരിക്കും? ആ ഡെൽറ്റ പോസിറ്റീവ് ആയിരിക്കും. കാരണം ഈ കാർബണിലേക്ക് ബോണ്ട് ചെയ്തിരിക്കുന്ന 3 കാർബൺ ആയിരിക്കും. ഇവൻ എന്തായാലും കൊടുത്തോ അത്രയും കൊടുക്കത്തില്ല, അതിനേക്കാളും കുറച്ച് അളവിൽ ഇവൻ കൊടുക്കും. അപ്പൊ എന്തായാലും ചെറിയ പോസിറ്റിവിറ്റി കിട്ടും. ഈ കാർബണിലേക്ക് ആര് ചെയ്യും? ഇവൻ കൊടുക്കും. ഇവന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ എന്ത് ചെയ്യും? ഈ കാർബണിലേക്ക് കൊടുക്കും. അപ്പൊ ഇവന് ഇവിടെ ഉണ്ടായ പോസിറ്റീവ് ചാർജിനേക്കാളും പോളാരിറ്റിയേക്കാളും കുറഞ്ഞൊരു സാധനം ഡെൽറ്റ പോസിറ്റീവ്. അപ്പൊ പുറകോട്ട് പോകുന്ന തോറും എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുവാണ്? ഈ ഇലക്ട്രോൺ ക്ലൗഡിനെ കൊടുക്കുന്ന പരിപാടിയുടെ അളവ് കുറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ന് പറഞ്ഞാൽ പുറകോട്ട് പോകുന്നതിന് ആ
ഇൻഡക്റ്റീവ് എഫക്റ്റ് ഡിമിനിഷ് ചെയ്യും, ഇല്ലാതായി പോകും. കാരണം ഇവിടെയാണ് മെയിൻ സെപ്പറേഷൻ. ഇലക്ട്രോണെഗറ്റിവിറ്റിയുടെ മെയിൻ സെപ്പറേഷൻ എവിടെയാ? ഇവനും തമ്മിലാണ്. ഇവൻ കൊടുത്തതിന്റെ പേരിലാണ് ഇവന് കുറച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഇവൻ കൊടുക്കുന്നത്, ഇവൻ കൊടുക്കുന്നത്. ഇവൻ ഇങ്ങോട്ട് കുറച്ച് കൊടുത്തപ്പോൾ അതിനേക്കാൾ അവന്റെ കൂടുതൽ കൊടുത്തല്ലേ, അതുകൊണ്ട് ഓർത്ത് എന്ത് ഇവനും കുറച്ചങ്ങോട്ട് കൊടുക്കും. ഇതാണ് എന്താ ഇൻഡക്റ്റീവ് എഫക്റ്റ്, കാർബൺ ചെയിൻ നടക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. നമ്മളിപ്പം ഇൻഡക്റ്റീവ് എഫക്റ്റിനെ പറ്റിയായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇൻഡക്റ്റീവ് എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, അതിന്റെ എഫക്റ്റ് എന്താണെന്ന് പഠിച്ചു, പിന്നെ പഠിച്ചത് നമ്മൾ കാർബൺ ചെയിൻ റിയാക്ഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് എഫക്റ്റ് നമ്മൾ പറഞ്ഞതാണ്. ഒരു സൈഡിൽ നിന്ന് കോവാലന്റ് ബോണ്ടിൽ കൂടെ ഒരു ആറ്റം എന്ത് ചെയ്യുന്നു, ആ ഷെയർ ചെയ്തിരിക്കുന്ന ഇലക്ട്രോണിനെ സ്വന്തം സൈഡിലേക്ക് വലിക്കുന്നു, മറ്റേ ആറ്റം എന്ത് ചെയ്യുന്നു, ആ ഇലക്ട്രോണിനെ റിപ്പൽ ചെയ്യുന്നു. ഒരാൾ കൊടുക്കുകയും അല്ലെങ്കിൽ ഒരാൾ ഡൊണേറ്റിംഗ് നേച്ചറും ഒരാൾ എന്താണ് വിഡ്രോയിങ് നേച്ചർ, സ്വന്തം സൈഡിലേക്ക് അട്രാക്ട് ചെയ്യുകയും ചെയ്യുക എന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ അതനുസരിച്ച് ഇൻഡക്റ്റീവ് എഫക്റ്റിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. പ്ലസ് ഐ എഫക്ട്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്, ആൻഡ് നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്, മൈനസ് ഐ എഫക്ട്. അപ്പൊ പ്ലസ് ഐ എഫക്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് കാണിക്കുന്ന സ്വഭാവമാണ് പ്ലസ് ഐ ഇഫക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. അപ്പൊ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ രണ്ടുപേരുണ്ട്. ഒരാൾ ആ ബോട്ടിലെ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്ന ആളാണ് എന്ത്, പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് കാണിക്കുന്നത്. അപ്പൊ ഒരാൾ ഇലക്ട്രോണിനെ ഡൊണേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ എന്ത് കാണണം, കുറെ ഇലക്ട്രോൺ ക്ലൗഡ് കാണണം. ഓക്കെ. അപ്പൊ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് കാണിക്കുന്ന ആ ഗ്രൂപ്പുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് ഓർ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അപ്പൊ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പിന് കുറച്ച് എക്സാമ്പിൾ തന്നിരിക്കുന്നു. O മൈനസ്, COO മൈനസ്, CH3 ഒരു കാർബൺ ആറ്റത്തിൽ നിന്ന് CH3 ചെയ്തത് എന്താണ്, ടെർഷ്യൽ ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു ടെർഷ്യൽ ആൽക്കൈൽ ഗ്രൂപ്പ്. അപ്പൊ ഓർത്തുള്ള ആൽക്കൈൽ ഗ്രൂപ്പ് കാണിക്കുന്ന ഒരു നേച്ചറാണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എപ്പോഴും എന്ത് കാണിക്കും, പ്ലസ് ഐ എഫക്ട് കാണിക്കും. ആൽക്കൈൽ ഗ്രൂപ്പ് എപ്പോഴും എന്ത് കാണിക്കും, പ്ലസ് ഐ എഫക്ട് കാണിക്കും. ഇതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ആൽക്കൈൽ ഗ്രൂപ്പ് എപ്പോഴും എന്ത് കാണിക്കും, പ്ലസ് ഐ എഫക്ട് കാണിക്കും. അപ്പൊ ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ആകുമ്പോൾ നോക്കിയാൽ ഒരു കാർബണിലേക്ക് 3 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അതുകൊണ്ടാണ് ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ നോക്കിയാൽ സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ്, ഒരു CH, ഒരു കാർബണിലേക്ക് ഒരു CH3 2 ആൽക്കൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. അപ്പൊ അടുത്ത എന്താണ്, സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ്. അത് കഴിഞ്ഞാൽ എന്താണ്, പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്. ലാസ്റ്റ് വൺ എന്താണ്, മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ഓർഡർ. അപ്പൊ ഇതാണ് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഈ 3 പേരെയാണ്, ഈ 3 അല്ല 4 പേര്. ഏതൊക്കെയാണ്, ടെർഷ്യറി ആൽക്കൈൽ ഗ്രൂപ്പ്, സെക്കൻഡറി ആൽക്കൈൽ ഗ്രൂപ്പ്, പ്രൈമറി ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥൈൽ ഗ്രൂപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമലി ആൽക്കൈൽ ഗ്രൂപ്പ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ റിലീസിംഗ് നേച്ചർ ആണെന്ന് പറഞ്ഞാൽ പ്ലസ് ഐ എഫക്ട് ആണ് കാണിക്കുന്നത്. നീ ഇപ്പൊ അടുത്ത് നമ്മൾ പറഞ്ഞപ്പോ ഒരാൾ ഇലക്ട്രോണിനെ കൊടുക്കുന്നു, അപ്പൊ മറ്റേ ആൾ എന്താണ്, ഇലക്ട്രോണിനെ വാങ്ങുന്നു. അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ, ഇലക്ട്രോണിനെ വാങ്ങുന്നു. അല്ലെങ്കിൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ചെയിനിൽ നിന്ന് ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്നു, വിഡ്രോ ചെയ്തെടുക്കുന്നു. അവരെയാണ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അവർ കാണിക്കുന്നതാണ് മൈനസ് ഐ എഫക്ട്. അപ്പൊ മൈനസ് ഐ എഫക്റ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാന്ന് നോക്കി, NR plus, NO2, CN, fluorine, COH, CO, ClBr, iodine, OH, OR, C6H5, C triple bond C, C double bond C. ഇപ്പൊ ഇതിന് കുറെ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഈ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് മൈനസ് എഫക്ട് കാണിക്കുന്നു, ഇലക്ട്രോണിനെ വലിച്ചെടുക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കുറെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് നിങ്ങൾ എല്ലാം ഒന്നും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ. NO2 ഇമ്പോർട്ടന്റ് ആണ്. CN, ഫ്ലോറിൻ എന്ന് പറഞ്ഞാൽ ഹാലജൻസ് എല്ലാവരും എന്താണ്, ഇലക്ട്രോണിക്. ഹാലജൻസ് നമുക്കറിയാം നോർമലി ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾക്കാരാണ് അല്ലെ. അപ്പൊ ഹാലജൻസ് എല്ലാവരും ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടിയ ആൾക്കാരുണ്ട്, ഇലക്ട്രോണിനെ വലിക്കും. അപ്പൊ ഹാലജൻസ് എല്ലാം. അപ്പൊ ഫ്ലോറിൻ പറയുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കുന്ന ആൾക്കാരാണ് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിനൊക്കെ. പിന്നെ എന്താണ്, പിന്നെ OH ഗ്രൂപ്പ്. ഇത്ര ആൾക്കാരെ നമ്മൾ മെയിൻലി അറിഞ്ഞിരിക്കണം. അപ്പൊ ഇത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഈ ഒരു ആൾക്കാർ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഇലക്ട്രിഫിനകത്ത് സ്വന്തം സൈഡിലേക്ക് വലിച്ചെടുക്കുന്ന ആൾക്കാരാണ് ഈ ഗ്രൂപ്പുകളെല്ലാം. അവർ കാണിക്കുന്ന എഫക്റ്റ് ആണ് മൈനസ് ഐ എഫക്ട്, നെഗറ്റീവ് ഇൻഡക്റ്റീവ് എഫക്ട്. നമ്മൾ അടുത്തെടുക്കാൻ പോകുന്നത് വെച്ചാൽ ആ ഇൻഡക്റ്റീവ് എഫക്ട് തന്നെ ഒരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ അസിഡിക് സ്ട്രെങ്ത് അല്ലെങ്കിൽ ബേസിക് സ്ട്രെങ്തിനെ ഇൻഡക്റ്റീവ് എഫക്ട് എങ്ങനെ അഫക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഹെഡിങ്. എഫക്ട് ഓൺ അസിഡിക് ആൻഡ് ബേസിക് സ്ട്രെങ്ത്. ആരാണ്, ഇൻഡക്റ്റീവ് എഫക്റ്റിന്റെ എഫക്ട് ഓൺ അസിഡിക് ആൻഡ് ബേസിക് സ്ട്രെങ്ത്. അപ്പൊ നമ്മൾ ഇൻഡക്റ്റീവ് എഫക്ട് രണ്ടെണ്ണം പഠിച്ചു, പ്ലസ് ഐ എഫക്റ്റും പഠിച്ചു, മൈനസ് ഐ എഫക്റ്റും പഠിച്ചു. പ്ലസ് ഐ എഫക്ട് കാണിക്കുന്ന ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ട്രോൺ റിലീസിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് അല്ലായിരുന്നു ഞാൻ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്, ERG ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ്.
അപ്പൊ ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അസിഡിറ്റി, ആ ഒരു അസിഡിക് കോമ്പൗണ്ട് ഒരു ആൽക്കഹോൾ ആണ് അല്ലെങ്കിൽ ഒരു കാർബോക്സിലിക് ആസിഡ് ആണ്, അപ്പൊ ഒരു അസിഡിക് കോമ്പൗണ്ട് ആണ്. അങ്ങനെ ഒരു അസിഡിക് കോമ്പൗണ്ടിന്റെ ആ കോമ്പൗണ്ടിലേക്ക് ഒരു ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കുറയും. അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? അസിഡിക് സ്ട്രെങ്ത് കുറയും. അസിഡിക് സ്ട്രെങ്ത് ഡിക്രീസസ്. ഇനി ഒരു ബേസിക് കോമ്പൗണ്ടിലേക്ക് വരുന്നെങ്കിൽ, ഒരു ബേസ് ആയിട്ടുള്ള കോമ്പൗണ്ടിലേക്ക് വരുന്നെങ്കിൽ അതിന്റെ ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പൊ എന്താണ് നമ്മൾ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് പ്ലസ് ഐ എഫക്ട് കാണിക്കുന്ന ഗ്രൂപ്പുകൾ എന്ത് സംഭവിക്കുന്നു? പ്ലസ് ഐ എഫക്ട് കാണിക്കുന്ന ഗ്രൂപ്പുകൾ ഒരു അസിഡിക് കോമ്പൗണ്ടിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അസിഡിറ്റി കുറയുകയും ബേസിക് കോമ്പൗണ്ടുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ബേസിറ്റി കൂടുകയും ചെയ്യും. അതേപോലെ തന്നെ നേരെ തിരിച്ചായിരിക്കും ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറ്റുക? മൈനസ് ഐ ഇഫക്ട് കാണിക്കുന്ന ആൾക്കാർ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ നേരെ വൈസ് വേഴ്സ അസിഡിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? അസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസസ് ആൻഡ് ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ബേസിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും? ഡിക്രീസസ്. അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അപ്പൊ ഇലക്ട്രോൺ റിലീസിംഗ് ഗ്രൂപ്പ് പ്ലസ് ഐ എഫക്ട് വരുന്ന ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അസിഡിറ്റി കുറയും, ബേസിറ്റി കൂടും. അതേപോലെ തന്നെ മൈനസ് ഐ എഫക്ട് കാണിക്കുന്ന ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പുകൾ വന്നു കഴിഞ്ഞാൽ അസിഡിക് ക്യാരക്ടർ കൂടും, ബേസിക് ക്യാരക്ടർ ബേസ് കോമ്പൗണ്ട്സ് ആണെങ്കിൽ ബേസിക് ക്യാരക്ടർ കുറയും. ഇത് രണ്ടും ഒരുമിച്ചല്ല നടക്കുന്നത്. ഒരു കോമ്പൗണ്ട് അപ്പൊ അസിഡിക് ക്യാരക്ടർ കുറയാന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ കൂടുക തന്നെയാണ്. പക്ഷെ ആസിഡ് ഒരിക്കലും എന്തായിട്ട് മാറത്തില്ല? ബേസ് ആയിട്ട് മാറത്തില്ല. ഒരേ കോമ്പൗണ്ട്, ഒരു ഒറ്റ കോമ്പൗണ്ട് കാര്യമായിട്ടാണ് പറഞ്ഞത്. ഒരു അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണെങ്കിൽ അതിന്റെ അസിഡിക് ക്യാരക്ടർ കുറഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞാൽ ബേസിക് ക്യാരക്ടർ ആയി എന്നല്ല. ക്ലിയർ ആണ്? അപ്പൊ ഇതിന് നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു 3 കോമ്പൗണ്ട്സിനെ എടുക്കുവാണ്. ഒരു കാർബോക്സിലിക് ആസിഡിന്റെ 3 കോമ്പൗണ്ട്സ്. ഫസ്റ്റ് വൺ CH3COOH. എന്താണ്? എഥനോയിക് ആസിഡ് അല്ലേ? എഥനോയിക് ആസിഡ് CH3COOH എന്ന് പറഞ്ഞാൽ COOH എന്ന് പറയുന്നതാണ് നമ്മുടെ അസിഡിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് അടുത്ത ഞാൻ കോമ്പൗണ്ട് എടുക്കുന്നു. അപ്പൊ ഇത് ഫസ്റ്റ് കോമ്പൗണ്ട്. സെക്കൻഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നത് ഈ CH3യിലേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു ഫ്ലൂറിൻ ആറ്റം, CH3 ഫ്ലൂറിൻ വരുമ്പോൾ CH, ഫ്ലൂറിൻ ആറ്റത്തിനെ ഞാൻ ബോണ്ട് ചെയ്തിട്ട് COOH ആക്കി മാറ്റി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടുത്തെ ഹൈഡ്രജൻ ആറ്റത്തെ മാറ്റി ഫ്ലൂറിൻ ആറ്റം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, ഇലക്ട്രോണിനെ വലിക്കുന്ന ആളാണ്. അപ്പൊ ഞാൻ ഈ ഒരു കോമ്പൗണ്ട് നമ്മുടെ രണ്ടാമത്തെ കോമ്പൗണ്ട്. തേർഡ് കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഒരു ക്ലോറിനെ കൊടുത്തു. ഫ്ലൂറിന് പകരം കൊടുക്കുന്നു ക്ലോറിൻ, CH2Cl-COOH. അപ്പൊ ഇത് 3 പേരും അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണ്. ഈ അസിഡിക് കോമ്പൗണ്ട്സിന്റെ ഓർഡർ തേർഡ് വൺ. ഈ അസിഡിക് കോമ്പൗണ്ട് ഇതിനകത്ത് ആരാണ് ഏറ്റവും കൂടുതൽ അസിഡിക്, ആരാണ് ഏറ്റവും കുറവ് അസിഡിക് എന്ന് നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കുന്നത് ഇവിടുത്തെ കേസിൽ ഒരു കോമ്പൗണ്ട് COOH എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉള്ള കോമ്പൗണ്ട് അസിഡിക് ക്യാരക്ടർ കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ COOHന്റെ സ്ട്രക്ചർ ഇങ്ങനെ വരും. C ഡബിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് O, സിംഗിൾ ബോണ്ട് H. ഇങ്ങനെയാണ്. ഇവിടെ ഈ ഓക്സിജൻ ഹൈഡ്രജൻ തമ്മിൽ തല്ലിപ്പിരിയും. എന്താണ്? ഈ ഓക്സിജൻ എന്ത് ചെയ്യും? ഈ ബോണ്ടിലെ ഇലക്ട്രോണിനെ മൊത്തം അവന്റെ കയ്യിലേക്ക് വലിച്ചു വാങ്ങിച്ചിട്ട് ഹൈഡ്രജനെ H+ ആയിട്ട് എങ്ങോട്ട് ചാടിക്കും? പുറത്തേക്ക് ചാടിച്ചു വിടും. H+ ആയിട്ട് എന്ത് ചെയ്യും? പുറത്തേക്ക് ചാടിച്ചു വിടും. അങ്ങനെ ചാടിച്ചു വിടാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അസിഡിക് എന്ന് വിളിക്കുന്നത്. അപ്പൊ എത്ര പെട്ടെന്നാണോ ഹൈഡ്രജനെ ചാടിച്ചു വിടുന്നത് അത്രയും മോർ അസിഡിക് ആയിരിക്കും ആ കോമ്പൗണ്ട്. H+ പെട്ടെന്ന് ഇറങ്ങി പോയെങ്കിൽ അവൻ എന്തായിരിക്കും? മോർ അസിഡിക് ആയിരിക്കും എന്ന് ഓർക്കുക. അപ്പൊ ഇവിടുത്തെ നമ്മുടെ കേസിൽ ഈ ഒരു കേസിൽ വേറെ ഗ്രൂപ്പ് ഒന്നുമില്ല. COOH എന്ന് പറയുന്ന ഗ്രൂപ്പ്, CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോമ്പൗണ്ട്. ഇവിടെ H+ ചാടി പോകുന്നതിന് പർട്ടിക്കുലർ ഒരു അസിഡിക് ക്യാരക്ടർ ഉണ്ട്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, ഈ ഒരു കേസിലേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്ലൂറിൻ ആറ്റം ഇവിടെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കും? നമ്മൾ ഇതിനെ ഒറ്റൊരു ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഇവിടെ CH3 എന്ന് പറയുന്ന സാധനമായിട്ട് ഇവിടെ CH2F എന്ന് പറയുന്ന സാധനത്തെ നമ്മൾ ഒറ്റൊരു പാർട്ടായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ്? ഇലക്ട്രോൺ വിഡ്രോയിങ് ആയിട്ടുള്ള ഫ്ലൂറിൻ ആറ്റം ഉണ്ട്. ഇലക്ട്രോൺ എന്ത് ചെയ്യും? വലിക്കുന്ന ആളുള്ളത്. അപ്പൊ ഇലക്ട്രോൺ വലിക്കുന്ന ആളുള്ളതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യും? ഈ ഗ്രൂപ്പിലെ ഓക്സിജന്റെ ഈ ഗ്രൂപ്പിൽ നിന്ന്, ഈ COOHന്റെ ഗ്രൂപ്പിലെ ഓക്സിജന്റെ നിന്നൊക്കെ എന്ത് ചെയ്യും? ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങോട്ട് പിടിച്ച് വലിക്കും. അപ്പൊ നമുക്ക് ജനറലി അറിയാവുന്ന ഒരു കാര്യമാണ് ഓക്സിജൻ ആറ്റം ഇലക്ട്രോണിനെ വലിക്കുന്ന ആളാണ്. ഓക്സിജൻ ആറ്റം ഇലക്ട്രോണിനെ വേണ്ടയാളാണ്. ഓക്സിജൻ ആറ്റത്തിന് ഇലക്ട്രോണിനെ വേണ്ടയാളാണ്. അപ്പൊ ആ ഓക്സിജൻ ആറ്റം ജനറലി വലിച്ചുകൊണ്ടിരുന്നത് ഈ ഹൈഡ്രജന്റെ അടുത്തുനിന്ന് ഇലക്ട്രോണിനെ വലിച്ചിട്ട് ഹൈഡ്രജൻ H+ ആയിട്ട് ചാടിച്ചു വരും. അപ്പൊ ഇവിടെ സംഭവിച്ചത് ഈ ഫ്ലൂറിന്റെ ഇവിടെ ഉള്ളത് കൊണ്ട് ഇവന്മാർ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ചുകൊണ്ട് ഓക്സിജന്റെ ഇരുന്നിരുന്ന ഇലക്ട്രോൺ ക്ലൗഡും കൂടെ കുറെ നഷ്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്യും? ഓക്സിജന്റെ ഉണ്ടായിരുന്ന ഇലക്ട്രോൺ ക്ലൗഡും കൂടെ പോയത് കൊണ്ട് ഓക്സിജൻ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺ ക്ലൗഡിനെ കൂടെ ഹൈഡ്രജനിൽ നിന്ന് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് ഹൈഡ്രജനെ H+ ആയിട്ട് പുറത്തേക്ക് ചാടിക്കും. ക്ലിയർ? അപ്പൊ ഇവിടെ ഫ്ലൂറിൻ ആറ്റം വന്നുകൊണ്ട് എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ നെഗറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഇവിടുന്ന് ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങനെ വലിക്കുമ്പോൾ ആ ഓക്സിജൻ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി കൂടി സ്പീഡിൽ എന്ത് ചെയ്യും? ഹൈഡ്രജനിൽ നിന്ന് ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ചിട്ട് പെട്ടെന്ന് H+നെ പുറത്തേക്ക് ചാടിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതിനെ കാര്യം
കൂടുതൽ അസിഡിക് ആരായിരിക്കും? ഇവനായിരിക്കും. കാരണം ഇവിടെ ആയിരിക്കും പെട്ടെന്ന് H+ പുറത്തേക്ക് ആവുന്നത്. അടുത്ത കേസിലേക്ക് വരുമ്പോൾ CH2Cl ഫ്ലോറിന് പകരം ആര് വന്നു? ക്ലോറിൻ വന്നു. അവർ വന്നാലും അത് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് തന്നെ. ഇത്രയും പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺ വിഡ്രോയിങ് പാർട്ടാ. അപ്പൊ ഇവൻ എന്ത് ചെയ്യും? ഈ ഒരു പാർട്ട് ഇവിടുന്ന് ഇലക്ട്രോൺ ഡോട്ടിനെ ഇങ്ങോട്ട് വലിക്കും. അപ്പൊ സ്വാഭാവികമായിട്ടും ഓക്സിജൻ എന്ത് ചെയ്യും? ഓക്സിജൻ ആരുടെ നിന്ന് വാങ്ങാൻ നിൽക്കും? ഹൈഡ്രജന്റെ നമ്മൾ മുമ്പേ വരച്ചു കാണിച്ചതിനകത്ത് ആ ഹൈഡ്രജന്റെ ബോണ്ടിലെ ഇലക്ട്രോൺസിനെ മൊത്തം വലിച്ചിട്ട് ഹൈഡ്രജൻ H+ ആയിട്ട് ചാടും. ഇവിടെയും എന്താണ്? H+ ആയിട്ട് ചാടും. മോർ അസിഡിക് എന്താ? ഒന്നാമത്തേനേക്കാളും അസിഡിക് ആയിരിക്കും ഈ മൂന്നാമത്തത്. ഇനി നമുക്ക് ഇതിലാരാണ് മോർ അസിഡിക് എന്ന് കമ്പയർ ചെയ്യണം? നമ്മൾ മുമ്പേ ഓൾറെഡി ഇപ്പം കണ്ടതാണ്. ഫ്ലോറിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഫ്ലോറിനേക്കാളും ഇലക്ട്രോണിനെ വലിക്കാനുള്ള കഴിവുള്ളത്. അല്ലെങ്കിൽ നമുക്കറിയാം മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആറ്റം ഇൻ ദ പീരിയോഡിക് ടേബിൾ ആരാണ്? ഫ്ലോറിൻ ആണ്. അപ്പൊ ഇവരെ തമ്മിൽ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഫ്ലോറിൻ ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിനകത്ത് മോർ അസിഡിക് ഏറ്റവും പെട്ടെന്ന് H+ ചാടുന്ന ആര്? ഏത് കേസിലായിരിക്കും? സെക്കൻഡ് വണ്ണിലായിരിക്കും. അത് കഴിഞ്ഞാലായിരിക്കും തേർഡ് വൺ. ഏറ്റവും ലെസ് അസിഡിക് ഏതാണ്? ഇവനായിരിക്കും. അപ്പൊ നമ്മുടെ ഓർഡർ ഓഫ് അസിഡിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? സെക്കൻഡ് വൺ ഗ്രേറ്റർ ദാൻ, third one greater than first. റീസൺ മനസ്സിലായോ? ഇവിടെ ഒരു ഇലക്ട്രോനെഗറ്റീവ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഇലക്ട്രോൺ ക്ലൗഡിനെ ഇങ്ങോട്ട് വലിച്ചു. അപ്പോൾ ഓക്സിജൻ എന്ത് ചെയ്യുന്നു? ഹൈഡ്രജന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ വലിച്ചിട്ട് ഹൈഡ്രജനെ H+ ആയിട്ട് പെട്ടെന്ന് പുറത്തേക്ക് ചാടിക്കുന്നു. ഇവിടെ എന്താണ്? അതിനെ അഫക്ട് ചെയ്യുന്ന ആൾക്കാരൊന്നുമില്ല. മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. മീഥൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യും? കുറച്ച് ഇലക്ട്രോൺ ക്ലൗഡിനെ അങ്ങോട്ട് കൊടുക്കുക ചെയ്യുന്നത്. മീഥൈൽ ഗ്രൂപ്പ് എന്താ ചെയ്യുന്നത്? ഇവന്റെ ഇലക്ട്രോൺ ക്ലൗഡിനെ കുറച്ച് അങ്ങോട്ട് കൊടുക്കും. അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഓക്സിജൻ ഹൈഡ്രജൻ നേരത്തെ വാങ്ങിച്ചുകൊണ്ടിരുന്ന H+ ആയിട്ട് ചാടിച്ചോണ്ടിരിക്കുന്നത്. കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത്രയും കൂടെ പോലും ഹൈഡ്രജൻ വാങ്ങാൻ പോകത്തില്ല. ക്ലിയർ? ഐഡിയ ക്ലിയർ ആണല്ലോ? നമ്മുടെ സെക്കൻഡ് വൺ ഗ്രേറ്റർ ദാൻ, തേർഡ് വൺ ഗ്രേറ്റർ ദാൻ ഫസ്റ്റ് വൺ. അപ്പൊ നമ്മൾ റെസൊണൻസ് എഫക്ട് എന്താണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയാണ് റെസൊണൻസ് കാണിക്കുന്നത് അല്ലെ? സ്റ്റെബിലിറ്റി തപ്പിയാണ് ഇലക്ട്രോൺസ് കാര്യം നടക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കോമ്പൗണ്ട് റെസൊണൻസ് കാണിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്ത് കിട്ടും? സ്റ്റെബിലിറ്റി കിട്ടും. അപ്പോൾ റെസൊണൻസ് കാണിക്കുന്ന കോമ്പൗണ്ട്സിന് കുറെ സ്റ്റെബിലിറ്റി കിട്ടും. സ്റ്റെബിലിറ്റി ഡ്യൂ ടു എന്താണ്? റെസൊണൻസ്. അപ്പൊ ഇനി നമുക്ക് റെസൊണൻസിന് കുറച്ച് എക്സാമ്പിൾ നോക്കാം. ഞാൻ ഫസ്റ്റ് സിമ്പിൾ ആയിട്ട് ഞാൻ കാണിക്കുന്ന എക്സാമ്പിൾ നമ്മൾ പറഞ്ഞ പങ്കെടുക്കുന്ന ആൾക്കാര് പൈ ഇലക്ട്രോൺസ്, ലോൺ പെയർ ഇലക്ട്രോൺസ്, പിന്നെ എന്താണ്? ചാർജുകൾ എന്നാ പറഞ്ഞത്. അപ്പൊ പൈ ഇലക്ട്രോൺസ് എല്ലാ റെസൊണൻസ് കാണിക്കുന്നതിനകത്തും പൈ ഇലക്ട്രോൺസ് ഇൻവോൾവ് ആയിരിക്കും. എല്ലാ റെസൊണൻസിനകത്തും പൈ ഇലക്ട്രോൺസ് എന്തായിരിക്കും? ഇൻവോൾവ് ആയിരിക്കും. ബാക്കിയുള്ള ലോൺ പെയറും പിന്നെ എന്താണ്? ചാർജുകളും എങ്ങനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എടുക്കുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ലോൺ പെയറിന്റെ എക്സാമ്പിൾ. ഞാൻ എടുക്കുന്ന എക്സാമ്പിൾ CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് ആരാണ്? NH2. ഒരു അമീന CH2 ഡബിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് NH2. ഇതിനകത്ത് നമുക്കറിയാം നൈട്രജനിൽ എന്തുണ്ട്? ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്. ഒരു ലോൺ പെയർ ഓഫ് നൈട്രജന്റെ മൊത്തം ബാലൻസ് 5, അതിൽ 3 ബോണ്ടിങ് ഇവിടെ വന്നിട്ടുള്ളൂ. ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ആരുടെയിലുണ്ട്? നൈട്രജന്റെയിലുണ്ട്. അപ്പൊ ഈ നൈട്രജന്റെ ഒരു ലോൺ പെയർ ഉള്ളതുകൊണ്ട് നൈട്രജൻ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസിനെ എങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുക? ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യും. ഇങ്ങോട്ട് ഡൊണേറ്റ് എന്ന് പറഞ്ഞാൽ ഇവന്റെ കയ്യിലിരിക്കുന്ന 2 ഇലക്ട്രോണില് ഒരു ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും? നമ്മുടെ കാർബൺ ആറ്റത്തിന് കൊടുക്കും. ഈ കാർബൺ ആറ്റത്തിന് കൊടുക്കും. അപ്പോൾ ഈ 2 ഇലക്ട്രോണിൽ ഒരു ഇലക്ട്രോൺ ആരുടെയിൽ വന്നു? കാർബൺ ആറ്റത്തിന്റെ വരും. ഒരു ഇലക്ട്രോൺ നൈട്രജന്റെ വരും. അപ്പൊ 2 പേരുടെ കയ്യിലും ഓരോ ഇലക്ട്രോൺസ് ആണെങ്കിൽ അവർ തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബോണ്ടും കൂടെ ഫോം ചെയ്യാൻ പറ്റും. രണ്ടാമതൊരു പൈ ബോണ്ടും കൂടെ ഫോം ചെയ്യും. അപ്പൊ ട്രാൻസിഷൻ നടക്കുന്നതാണ്. ഈ ലോൺ പെയറിലെ ഇലക്ട്രോൺസിനെ നമ്മൾ എങ്ങോട്ട് കൊടുക്കും? സെന്ററിലോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിന്റെ ഒരു ഇലക്ട്രോണിനെ കാർബൺ ആറ്റത്തിൽ ഡൊണേറ്റ് ചെയ്യും. അങ്ങനെ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തമ്മിൽ ഒരു ബോണ്ട് കൂടെ ഫോം ചെയ്യും. ഇവിടെ ഡബിൾ ബോണ്ട് ആവും. അപ്പൊ ഇങ്ങനെ ഒരു ഡബിൾ ബോണ്ട് ആയാൽ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഇവിടെ ഓൾറെഡി ഈ കാർബൺ ആറ്റം 4 ബോണ്ട് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ബോണ്ട് കൂടെ വന്നാൽ 5 ബോണ്ട് ആവും. നമുക്കറിയാം കാർബണിന്റെ ബാലൻസ് 4 ബോണ്ട് ഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ 5 ബോണ്ട് എന്ന് പറഞ്ഞാൽ ഈ കാർബണിന്റെ ആ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയോ ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് ഇവിടെ ബോണ്ട് ചെയ്യുമ്പോൾ ഈ ഡബിൾ ബോണ്ടിലെ പൈ ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ ഇത് പൈ മോളിൽ കിടക്കുന്ന പൈ ബോണ്ട് ആണെങ്കിൽ ഈ പൈ ബോണ്ടിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെ? ഈ 2 ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഇതിൽ ഒരു ഇലക്ട്രോൺ ഈ കാർബണിന്റെ ആണ്, ഒരു ഇലക്ട്രോൺ ആരുടെയാണ്? ഈ കാർബണിന്റെ ആണ്. അപ്പൊ ഈ കാർബൺ എന്ത് ചെയ്യും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഈ കാർബണിന്റെ ഇലക്ട്രോണിനെ ഇവന് കൊടുക്കും. എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടിലെ ഇലക്ട്രോൺസ് എല്ലാം എങ്ങോട്ട് ചെല്ലും? ഇങ്ങോട്ട് പോകും. അപ്പൊ ട്രാൻസിഷൻ നടക്കുന്നതാണ്. ഇവിടെ ഇരുന്ന ലോൺ പെയറിലെ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്ന് ഒരു പൈ ബോണ്ട് ഫോം ചെയ്തപ്പോൾ തൊട്ടിപ്പുറത്തെ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? ഇവിടുന്ന് ചാടി ഈ കാർബണിലേക്ക് വരുന്നു. അപ്പൊ സംഭവിക്കുന്നത് എന്തൊക്കെയാ? ഇവിടുത്തെ സൈഡ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ NH2 ആണ്. NH2 എന്താവും? ഇവിടെ ഡബിൾ ബോണ്ട് ആയി. ആരുമായിട്ട്? CH ഡബിൾ ബോണ്ട് ആയി. അപ്പോൾ ഇവിടുത്തെ ഒരു ബോണ്ട് ബ്രേക്ക് ആയി, സിംഗിൾ ബോണ്ട് ആയി. ഇത് അത് തന്നെ CH2 തന്നെ. പക്ഷെ ഈ CH2 എന്ത് വരും? ഒരു മൈനസ് ചാർജ് വരും. ഈ കാർബൺ ആറ്റത്തിന് എന്ത് വരും? ഒരു മൈനസ് ചാർജ് വരും. ഈ മൈനസ് ചാർജ് എവിടുന്നാ വന്നത്?
മൈനസ് ചാർജ് എവിടെ നിന്നാ വന്നത്? ഈ ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ മൈനസ് ചാർജ് ഉണ്ടായി. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവന്റെ അവിടെ നിന്ന് ഒരു ഇലക്ട്രോണിനെ ഈ നൈട്രജൻ നഷ്ടപ്പെട്ടു. അപ്പൊ ഈ നൈട്രജൻ എന്ത് ചാർജ് വരും? പ്ലസ് ചാർജ്. അപ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് പോയി ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ നൈട്രജൻ ഒരു നഷ്ടം വന്നു, ഒരു ഇലക്ട്രോൺ ഈ കാർബൺ കൊടുത്തില്ലേ, അതുകൊണ്ട് അവിടെ ഒരു ഇലക്ട്രോണിന്റെ നഷ്ടം പോസിറ്റീവ് ആയിരുന്നു. ഈ കാർബൺ ആറ്റത്തിന് എന്ത് ചെയ്തു? ഇവന്റെ ഒരു ഇലക്ട്രോൺ അവിടെ കിട്ടി, ഈ ബോണ്ട് ബ്രേക്ക് ആയി വന്നപ്പോൾ അപ്പൊ അവൻ എന്ത് വന്നു? ഒരു നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇതൊരു റെസൊണൻസിന് എക്സാമ്പിൾ ആണ്. പിന്നെ നിങ്ങൾ സിംപ്ലി പഠിക്കുന്ന റെസൊണൻസിന്റെ എക്സാമ്പിൾ നമുക്ക് വേണമെങ്കിൽ പറയാൻ കാര്യം ഓസോണിന്റെ കേസ് വേണമെങ്കിൽ പറയാം. ഈ ചാപ്റ്ററിലല്ല, ഈ ഓർഗാനിക്കുമായിട്ട് ബന്ധപ്പെട്ട സാധനമല്ല. ഓസോൺ റെസൊണൻസ് നമ്മൾ പഠിച്ചിട്ടാണോ അല്ലെ? ഇങ്ങനെ ഓക്സിജൻ ഇങ്ങനെ ഡബിൾ ബോണ്ട്, ഇങ്ങനെ സിംഗിൾ ബോണ്ട് ആണ് ഓസോൺ എന്ന് പറയുന്ന സാധനം. അത് റെസൊണൻസ് കാണിച്ചു കഴിഞ്ഞാൽ പോയി എങ്ങോട്ടാകും? ഈ ഡബിൾ സൈഡിൽ നിന്ന് ഡബിൾ ബോണ്ട് എങ്ങോട്ട് മാറും? ഇങ്ങോട്ട് മാറും. ഇതാണ് ഓസോണിന്റെ റെസൊണൻസ് ആണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഈ ചാപ്റ്ററിൽ നമുക്ക് വേണം. നമുക്ക് ഇനി ഞാൻ പറയുന്ന എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ബെൻസീൻ. നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം എന്ത്? ബെൻസീൻ. നമ്മൾ കെമിസ്ട്രി അല്ലെങ്കിൽ പ്ലസ് വൺ അല്ലെങ്കിൽ റെസൊണൻസ് എന്ന് പറയുന്ന സാധനം പഠിക്കുമ്പോൾ റെസൊണൻസിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പഠിക്കുന്ന സാധനമാണ് ബെൻസീൻ എന്ന് പറയുന്നത്. ബെൻസീൻ എന്ന് പറഞ്ഞാൽ ഒരു ഹെക്സഗണൽ റിംഗ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഒരു ഹെക്സഗണൽ റിംഗ് ആണ്. ആ ഹെക്സഗണൽ റിംഗിനകത്ത് തന്നെ ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആണ് പഠിച്ചിരിക്കുന്നത്. ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട്. ഈ എല്ലാ കോർണറിലും ഒരു കാർബൺ ആറ്റവും ആ കാർബണിന് ബോണ്ട് ചെയ്തൊരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. നമ്മൾ സിംപ്ലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് അല്ലെ? അപ്പൊ ഓൾട്ടർനേറ്റ് ഇതെന്താ? കാർബൺ കാർബൺ ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആണ്. ഇനി നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്, കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 1.54 ആംസ്ട്രോങ് ആണ്. 1.54 ആംസ്ട്രോങ് ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1.34 ആംസ്ട്രോങ് ആണ്. 1.34 ആംസ്ട്രോങ്. അപ്പൊ നമ്മുടെ ബെൻസീനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇതിനകത്ത് എന്താണ്? 3 ഡബിൾ ബോണ്ട് ഉണ്ട്, 3 സിംഗിൾ ബോണ്ട് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അതിനകത്തെ 3 ബോണ്ടിന്റെ ലെങ്ത് 1.54 ആംസ്ട്രോങ്ങും 3 ബോണ്ടിന്റെ ലെങ്ത് എന്തുമായിരിക്കണം? 1.34 ആംസ്ട്രോങ്ങും ആയിരിക്കണം. അപ്പൊ നമ്മൾ സ്റ്റഡീസ് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തി എന്ത് ചെയ്തു? ബെൻസീനകത്ത് എന്ത് കണ്ടുപിടിക്കുന്നു? ബോണ്ട് ലെങ്തുകൾ കണ്ടുപിടിക്കുന്നു. 3 ഡബിൾ ബോണ്ട് 3 സിംഗിൾ ബോണ്ട് കാണേണ്ട സ്ഥാനത്ത് നമ്മൾ അവിടെ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് 6 ഒരേ ബോണ്ടുകളാണ്. 6 ബോണ്ടുകളുടെയും ലെങ്ത് എത്രയായിട്ട് കാണാൻ പറ്റി? 1.39 ആംസ്ട്രോങ് ആയിട്ട് കാണാൻ പറ്റി. എത്രയാണ്? ഇതിനകത്തെ ബെൻസീന്റെ 6 ബോണ്ടുകളുടെ ലെങ്ത് 1.39. നമ്മൾ പഠിച്ചത് എന്താ? 3 ഡബിൾ ബോണ്ട് ആണ്, 3 സിംഗിൾ ബോണ്ട് ആണ് അവിടെ ഉള്ളതെന്നാ പഠിച്ചത്. പക്ഷെ നമ്മൾ കണ്ട കാര്യം എന്താ? 6 ബോണ്ട് ഒരേ കണക്കിരിക്കുന്നു. അതിന്റെ ലെങ്ത് നോക്കേണ്ടതാണ്. ലെങ്ത് എത്രയാ? 1.39 ആംസ്ട്രോങ്. എന്ന് പറഞ്ഞാൽ കാർബൺ കാർബൺ ഡബിൾ ബോണ്ടിന്റെ ലെങ്തിന്റെയും കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിന്റെ ലെങ്തിന്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു ലെങ്ത് വാല്യൂ ആണ് വരുന്നത്. 6 ബോണ്ട്. അപ്പൊ ഇതിനർത്ഥം ഇതാണ്, ഇതിനകത്തുള്ള ഈ 3 പൈ ബോണ്ട് കാരണമാണ് 3 ഡബിൾ ബോണ്ട് വന്നത്. ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു? റെസൊണൻസ് കാണിക്കുന്നു. ഈ പൈ ബോണ്ടിലെ ഇലക്ട്രോൺസ് നമ്മുടെ ബെൻസീന്റെ കൂടെ ഇങ്ങനെ കിടന്ന് കറങ്ങുക എന്ന് പറഞ്ഞാൽ ഒരിടത്തും ഡബിൾ ബോണ്ടും ആയിട്ടില്ല, സിംഗിൾ ബോണ്ടും ആയിട്ടില്ല, ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുന്നു. അതാണ് ബെൻസീൻ കാണിക്കുന്ന റെസൊണൻസ് എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ ബെൻസീന്റെ എന്താണ് റെസൊണൻസ് ഹൈബ്രിഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെയാ കാണിക്കുന്നത്, ഒരു വട്ടം വരച്ച കാണിക്കുന്നത്. ബെൻസീൻ എന്ത് കാണിക്കുന്നു? റെസൊണൻസ് കാണിക്കുന്നു. ഓക്കെ. അപ്പൊ ആ ബെൻസീൻ എങ്ങനെയാണ് റെസൊണൻസ് കാണിക്കുന്നത് പറയുമ്പോൾ നമ്മൾ ജനറലി ഇതിന്റെ അല്ലെങ്കിൽ ബെൻസീൻ ഇരിക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈ ബോണ്ടിലെ എല്ലാ ഇലക്ട്രോൺസും എങ്ങോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണ്? ആ റിംഗിൽ കൂടെ ഫുൾ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു ഫിഗർ വെച്ചത് റെപ്രസെന്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വെച്ചത് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ട്രാൻസിഷൻ നടക്കുക. നമ്മൾ മുമ്പേ പറഞ്ഞോളൂ, ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, ഇവിടെ നിന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറയുവരെ. അതേപോലെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ സ്ട്രക്ചർ പഠിച്ചു ഇങ്ങനെയായി 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 എന്ന് പറഞ്ഞ് കാണിക്കണം. പക്ഷെ ആക്ച്വലി ഇങ്ങനെ കാണിക്കുന്ന സ്ട്രക്ചറുകളിലൊന്നും ആയിരിക്കും ഇരിക്കുന്നത്. അപ്പൊ ഞാനത് ആ ഒരു എങ്ങനെയാണ് ആ ട്രാൻസിഷൻ നടക്കുന്നത് എന്ന് കാണിക്കാം. നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ഫിഗർ നമ്മൾ മുമ്പേ കണ്ട ഫിഗർ തന്നെ എന്താണ്? ഓൾട്ടർനേറ്റ് സിംഗിൾ ബോണ്ട് ഡബിൾ. ഇതിനകത്ത് നടക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഈ പൈ ബോണ്ട് ബ്രേക്ക് ആകും. ഈ പൈ ബോണ്ട് ബ്രേക്ക് ആയെന്ന് പറഞ്ഞാൽ ഈ പൈ ബോണ്ട് ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെ ഒരു ഇലക്ട്രോൺ ഉണ്ട് അല്ലെ? ആ ഒരു ഇലക്ട്രോൺ ഈ കാർബണിന്റെ ആയിരുന്നു, ഒരു ഇലക്ട്രോൺ ഈ കാർബണിന്റെ ആയിരുന്നു. ഈ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഈ 2 ഇലക്ട്രോണും എങ്ങോട്ട് പോകും? നമ്മുടെ ഈ കാർബണിലേക്ക് പോകും. നമ്മുടെ ഏത് കാർബണിലേക്ക് പോകും? ഈ കാർബണിലേക്ക് പോകും. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ട്രക്ചർ കിട്ടും. അടുത്ത സ്ട്രക്ചർ എങ്ങനെയാ വരുന്നത്? അടുത്ത സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോൺ ഇങ്ങോട്ടും മറ്റേ ബോണ്ട് രണ്ടും അതേപോലെ തന്നെ നിൽക്കും. ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് പോയപ്പോൾ ഇവിടെ എന്ത് വന്നു? ഒരു നെഗറ്റീവ് ചാർജ് വന്നു. അതേപോലെ തന്നെ ഇവിടെ ഒരു ഇലക്ട്രോൺ നഷ്ടമായതുകൊണ്ട് ഈ കോർണറിൽ ഈ കാർബണിൽ എന്ത് വന്നു? ഒരു പോസിറ്റീവ് ചാർജ്. ക്ലിയർ? അപ്പൊ ഇനി അടുത്ത ട്രാൻസിഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എക്സസ്
എക്സസ് അല്ലെ, ഇലക്ട്രോണിന്റെ എക്സസിനെ നെഗറ്റീവ് ചാർജ് എന്ന് പറയുന്ന സംഭവം സൂചിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, ഇവിടെ തൊട്ടടുത്ത് ഒരു ബോണ്ട് ഫോം ചെയ്യും. ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, അതല്ലാണ്ട് ഇപ്പുറത്തവന്റെ നിന്ന് വാങ്ങിച്ച ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇവന്റെ നിന്ന് വാങ്ങിച്ച ഇലക്ട്രോണിനെ ആർക്ക് കൊടുക്കും, നമ്മുടെ ഈ കാർബൺ ആറ്റത്തിലേക്ക് കൊടുക്കും. അപ്പൊ ഈ കാർബൺ ആറ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോണ്ട് എവിടെ ഫോം, ഇവിടെ എന്ത് ചെയ്യണം, ഒരു ബോണ്ട് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ ഒരു ബോണ്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കാർബൺ ആറ്റം ഓൾറെഡി 4 ബോണ്ട് ആയിട്ട് നീങ്ങുന്ന ആളായിരുന്നു, ഈ അടിയിലത്തെ കോർണറിലുള്ള കാർബൺ ആറ്റം. അപ്പൊ ഓൾറെഡി 4 ബോണ്ടുള്ളതുകൊണ്ട് ഒരു ബോണ്ട് കൂടെ വന്നു കഴിഞ്ഞാൽ 5 ബോണ്ടാവും, അത് നടപടിയില്ല. അപ്പൊ എന്ത് ചെയ്യും, ഈ ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ബോണ്ട് ചെയ്യുന്ന സമയത്ത് തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ ഈ പൈ ബോണ്ട് ബ്രേക്ക് ആയി ആ ഇലക്ട്രോൺസ് എങ്ങോട്ട് പോകും, ഈ കാർബൺ ആറ്റത്തിലേക്ക് പോകും. അപ്പൊ ഇതാണ് സെക്കൻഡ് ട്രാൻസിഷൻ. ഈ നെഗറ്റീവ് ചാർജ്, ഈ എക്സസ് ഇലക്ട്രോൺ എന്ത് ചെയ്യും, തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കുമ്പോൾ അതിനിപ്പുറയിരിക്കുന്ന ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്താണ് ഇലക്ട്രോൺ അടുത്ത കാർബണിലേക്ക് ട്രാൻസിഷൻ നടക്കും. അപ്പൊ നമ്മുടെ അടുത്ത സ്ട്രക്ചറിലേക്ക് വരികയാണ്. അടുത്ത സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന മുകളിലുണ്ടായിരുന്നതുകൊണ്ട് അതേപോലെ ഇതിനെ സ്റ്റേ ചെയ്തു. ഇവിടുത്തെ പോസിറ്റീവ് ചാർജ് അതേപോലെ ഇതിന് സ്റ്റേ ചെയ്യുന്നു. ചേഞ്ച് നടന്ന എവിടേക്ക്, ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ഇരുന്ന ഡബിൾ ബോണ്ട് എങ്ങോട്ട് പോയി, ഈ കാർബണിലേക്ക് പോയി. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആകുന്നു, ഈ കാർബണിൽ എന്താകുന്നു, ഒരു നെഗറ്റീവ് ചാർജ്. അപ്പൊ അടുത്ത ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, വീണ്ടും തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ ആരാക്കി മാറ്റും, ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. ഈ സിംഗിൾ ബോണ്ടിനെ എന്താക്കി മാറ്റും, ഈ സിംഗിൾ ബോണ്ടിനെ ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. അപ്പോൾ നടക്കേണ്ട പോസിബിലിറ്റി എന്താ, ഈ സിംഗിൾ ബോണ്ട് ഇവിടുന്ന് ബ്രേക്ക് ആകണം. കാരണം ഈ കാർബൺ പ്രശ്നമാവും, 5 ബോണ്ട് ആവും. ഈ സിംഗിൾ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ആയി എങ്ങോട്ട് ചെല്ലും, നമ്മുടെ തൊട്ടപ്പുറത്തെ കാർബണത്തിലേക്ക് ചെല്ലും. തൊട്ടപ്പുറത്തെ എങ്ങോട്ട് ചെല്ലും, കാർബൺ ആറ്റത്തിലേക്ക് ചെല്ലും. തൊട്ടപ്പുറത്തെ കാർബൺ ആറ്റത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അടുത്ത സ്ട്രക്ചർ എങ്ങനെ വരും, നമ്മുടെ പോസിറ്റീവ് ചാർജിന് മാറ്റമൊന്നുമില്ല, പോസിറ്റീവ് ചാർജ് അതേപോലെ തന്നെ ഇരിക്കുന്നു. പിന്നെ എന്താണ്, ഇവിടുത്തെ ബോണ്ട് അതേപോലെ തന്നെ ഇരിക്കുന്നു. ഇവിടെ ഒരു ബോണ്ട് പുതിയതായിട്ടുണ്ടായി അല്ലെ, ഇതിങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ബോണ്ട് പുതിയതായിട്ടുണ്ടാകുന്നു. അതേപോലെ തന്നെ ഈ ബോണ്ട് ബ്രേക്ക് ആയി ഇവിടെ വരുമ്പോൾ എന്ത് കിട്ടുന്നു, ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു, ഒരു നെഗറ്റീവ് ചാർജ് കിട്ടുന്നു. അപ്പോൾ അടുത്ത ഈ ഒരു ഫോമിലേക്ക് ഇനി അടുത്ത ട്രാൻസിഷൻ എന്താ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞു നെഗറ്റീവ് ചാർജ് എക്സസ് അല്ലെ, ഈ നെഗറ്റീവ് ചാർജ് എന്ത് ചെയ്യും, വീണ്ടും തൊട്ടടുത്ത സിംഗിൾ ബോണ്ടിനെ എന്താക്കി മാറ്റും, ഡബിൾ ബോണ്ട് ആക്കി മാറ്റും. ഇവിടെ എന്ത് ഫോം ചെയ്യും, ഡബിൾ ബോണ്ട് ഫോം ചെയ്യും. അവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന പരിപാടി എന്താ, ഈ നെഗറ്റീവ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒരു ഇലക്ട്രോൺ ഉണ്ട്, ഈ കാർബണിന്റെ അവന്റെ ഇലക്ട്രോൺ ഉണ്ട്, പ്ലസ് അതേപോലെ എന്ത് ചെയ്യുന്നു, ഇവന്റെ ഒരു എക്സ്ട്രാ ഇലക്ട്രോൺ കൂടി ഉണ്ട്. എക്സ്ട്രാ ആയിട്ടുള്ള ഇലക്ട്രോൺ ആണ് ഈ മൈനസ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ എക്സ്ട്രാ ഉള്ള ഇലക്ട്രോണിനെ ഏത് കാർബൺ ആറ്റത്തിനാണ് കൊടുക്കുന്നത്, നമ്മുടെ ഈ പോസിറ്റീവ് ചാർജ് നിലനിർത്തുന്ന പോസിറ്റീവ് ചാർജ് ഇരിക്കുന്ന കാർബണിലേക്കാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നടക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ എന്താ എന്ന് പറഞ്ഞാൽ, ഈ നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു എന്ന് പറഞ്ഞാൽ ഈ ബോണ്ടും മാറ്റമൊന്നുമില്ല, നമ്മുടെ ചേഞ്ച് നടന്ന ഈ ഒരു ഭാഗത്ത് മാത്രം. ഈ നെഗറ്റീവ് ചാർജ് കൊണ്ട് ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പോൾ ഇവന്റെ ഇരുന്ന എക്സ്ട്രാ ഉണ്ടായിരുന്ന ഇലക്ട്രോണെ കളഞ്ഞത് കൊണ്ട് അവന്റെ നെഗറ്റീവ് ചാർജ് പോയി. അതേപോലെ തന്നെ ഇവനൊരു പോസിറ്റീവ് ഉണ്ടായിരുന്നു, ആ പോസിറ്റീവ് ചാർജ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഇവിടുന്ന് ഇലക്ട്രോൺ ഇങ്ങോട്ട് വന്നത്. ഇലക്ട്രോൺ ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ബോണ്ട് ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ഇവൻ ഒരു ഇലക്ട്രോണിനെ ഈ കാർബൺ ആറ്റത്തിന് കൊടുത്തിട്ട് അവർ തമ്മിൽ ബോണ്ട് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണെ അവന് കിട്ടിയതുകൊണ്ട് അവന്റെ പോസിറ്റീവ് ചാർജ് പോയി. അപ്പോൾ നമ്മുടെ വീണ്ടും ഇങ്ങനെ ഒരു സ്ട്രക്ചറിലേക്ക് വന്നു. അപ്പൊ ഈ രണ്ട് സ്ട്രക്ചറുകൾ തമ്മിലുള്ള വ്യത്യാസം നോക്കി, ഇവിടെ ഉണ്ടായിരുന്ന 3 പൊസിഷനിലല്ല ഇവിടെ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യും, ഒന്ന് റൊട്ടേറ്റ് ചെയ്യും, ഒന്ന് ഓൾട്ടർനേറ്റീവ് പൊസിഷനിലേക്ക് വന്ന് ഡബിൾ ബോണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ ലൂയിസ് സ്ട്രക്ചർ വെച്ച് നമ്മൾ റെസൊണൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ റെപ്രസെന്റ് ചെയ്താൽ ഇപ്പൊ നമ്മൾ 1 2 3 4 5 സ്ട്രക്ചർ ആയിട്ട് കാണിച്ചാൽ, ഇങ്ങനെയൊക്കെ 5 സ്ട്രക്ചർ റെസൊണൻസ് ചെയ്താലും ഇങ്ങനെ നമ്മൾ ബെൻസീൻ എടുത്തു കഴിഞ്ഞാൽ ബെൻസീനകത്ത് ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്നു, അടുത്ത ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അടുത്ത ഈ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നു, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. എല്ലാത്തിന്റെയും കൂടെ ഒരു ഹൈബ്രിഡ് പോണക്ക് നമ്മുടെ ഈ ഇലക്ട്രോൺസ് ഫ്ലവർ, ഈ പൈ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുമായിരുന്നു, ഈ കൂടെ മൊത്തത്തിൽ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കിടക്കുമായിരുന്നു. ക്ലിയർ, ഈക്വലി എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട്. അതുകൊണ്ടാണ് നമുക്ക് 139 അല്ലെങ്കിൽ 1.39 ആംസ്ട്രോങ് എന്ന് പറയുന്ന ഒരു വാല്യൂ എല്ലാ ബോണ്ടുകൾക്കും കിട്ടിയത്. അല്ലാണ്ട് ഇങ്ങനെ പറഞ്ഞ സ്ട്രക്ചർ ആണെങ്കിൽ ഈ സ്ട്രക്ചറിൽ ഇരിക്കുമ്പോൾ 3 ഡബിൾ ബോണ്ട് ഒരു സിംഗിൾ ബോണ്ട് കാണിക്കണം, ഈ സ്ട്രക്ചറിൽ ഇരിക്കുമ്പോൾ അവിടെ 2 ഡബിൾ ബോണ്ടിൽ ലെങ്തും 4 സിംഗിൾ ബോണ്ടിൽ ലെങ്തും കാണിക്കണം. അങ്ങനെയൊന്നും ഒരു സമയത്തും കാണിക്കുന്നില്ല. എപ്പോ നോക്കിയാലും 6 ബോണ്ട് വരെ ലെങ്തായിട്ട് കാണിക്കുന്നു. അപ്പൊ എന്താ, ഇതിന്റെ എല്ലാത്തിന്റെ ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും നമ്മുടെ ബെൻസീൻ സ്റ്റേ ചെയ്യുന്നത്. പിന്നെ ഈ സ്ട്രക്ചർ കാണിക്കുന്നത് ഇങ്ങനെയുള്ള ട്രാൻസിഷൻ കൊണ്ടാണ് ഇത് നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഫിഗർ വെച്ച് ലൂയിസ് സ്ട്രക്ചർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കാണിക്കുന്നതാണ് എന്ന് പറയുന്നത് ഈ ഒരു റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ.